അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. മദ്രസയിൽ നിങ്ങൾ ഈ പാഠം പഠിച്ചിട്ടുണ്ടാകും. എന്നാൽ ക്ലാസ്സിൽ കേട്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താനും പാഠത്തിലെ പ്രധാന ഭാഗങ്ങൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാനും പരീക്ഷകൾക്ക് നല്ല രീതിയിൽ തയ്യാറെടുക്കാനും ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും. പാഠപുസ്തകത്തിലെ വിഷയങ്ങൾ ലളിതമായ ഭാഷയിൽ വിശദീകരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അതിനാൽ വീഡിയോ മുഴുവൻ ശ്രദ്ധയോടെ കാണുക, പ്രധാന പോയിന്റുകൾ കുറിച്ചു വെക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വീഡിയോ ഷെയർ ചെയ്യുക. ഇനി നമുക്ക് ഇന്നത്തെ പാഠത്തിലേക്ക് കടക്കാം. മദ്രസയിൽ നിങ്ങൾക്ക് ഉസ്താദ് നന്നായി പാഠഭാഗം വിശദീകരിച്ച് തന്നിട്ടുണ്ടാവാം. എന്നാലും ഒരിക്കൽ കൂടി നമ്മൾക്ക് ആ പാഠഭാഗം നോക്കിയാൽ മാത്രമേ അത് മനസ്സിൽ നന്നായി ഉറക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. 10ാമത്തെ പാഠം മക്ക വിജയമാണ്. 9 പാഠങ്ങളും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോവാം. മുസ്ലിങ്ങളുടെ സഖ്യകക്ഷിയായിരുന്ന ബനു ഹുസാഹ ഗോത്രക്കാരും ഖുറൈശികളുടെ സഖ്യകക്ഷിയായിരുന്ന ബനു ബക്കർ ഗോത്രക്കാരും തമ്മിൽ ഒരു യുദ്ധം നടന്നു. മുസ്ലിങ്ങളുടെ സഖ്യകക്ഷി ബനു ഹുസാഹ, ഖുറൈശികളുടെ സഖ്യകക്ഷി ബനു ബക്കർ. യുദ്ധത്തിൽ ഖുറൈശികൾ ബനു ബക്കറിനെ സഹായിച്ചു. ഖുറൈശികൾ ബനു ബക്കറിനെയാണ് സഹായിച്ചത്. ഖുറൈശികളുടെ സഖ്യകക്ഷിയായിരുന്നു ബനു ബക്കർ. ഖുറൈശികൾ യുദ്ധത്തിൽ സഹായിച്ചതും ബനു ബക്കറിനെ തന്നെയായിരുന്നു. അത് ഹുദൈബിയ കരാറിൻ്റെ ലംഘനമായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഹുദൈബിയ കരാറിനെ പറ്റിയിട്ട്. പിന്നെ അതിൻ്റെ മുന്നത്തെ പാഠത്തിൽ നമ്മൾ മദീന കരാറിനെ പറ്റിയും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹുസാഹ ഗോത്രക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം തേടി. അവരുടെ അഭ്യർത്ഥന മാനിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10,000 സഹാബികളോടൊപ്പം മക്കയിലേക്ക് പുറപ്പെട്ടു. ആരാണ് സഹായം തേടിയത്? ബനു ഹുസാഹ ഗോത്രക്കാർ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 10,000 സഹാബിമാരും പുറപ്പെട്ടു. അബൂ സുഫിയാൻ ഇസ്ലാമിലേക്ക്. മുസ്ലിങ്ങളുടെ നീക്കങ്ങൾ അറിയാനായി ഖുറൈശി നേതാവായ അബൂ സുഫിയാനും മറ്റു ചിലരും മക്കയിൽ നിന്ന് പുറപ്പെട്ടിരുന്നു. മുസ്ലിങ്ങളുടെ നീക്കങ്ങൾ അറിയാനായിട്ട് അവരെ മറുൽ ലൊഹ്റാൻ എന്ന സ്ഥലത്ത് വെച്ച് സൈന്യം പിടികൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഹാജരാക്കി. അവിടെ വെച്ച് അബൂ സുഫിയാനും കൂടെയുള്ളവരും മുസ്ലിങ്ങളായി. സൈന്യം പിടിച്ചു. അങ്ങനെ അതിനുശേഷം അവിടെ വെച്ച് അബൂ സുഫിയാനും കൂടെയുള്ളവരും മുസ്ലിങ്ങളാവുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് പ്രവേശിക്കും മുമ്പ് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനോട് ഇപ്രകാരം വിളിച്ചു പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചു. എന്താ പറഞ്ഞത്? മൻ ദഖല ദാറ അബി സുഫിയാൻ ഫഹുവ ആമിനുൻ വമൻ ദഖലൽ മസ്ജിദിൽ ഹറാം ഫഹുവ ആമിനുൻ വമൻ അഖലഖ അലൈഹി ബാബഹു ഫഹുവ ആമിനുൻ. അബൂ സുഫിയാൻ്റെ വീട്ടിൽ പ്രവേശിച്ചവരും മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചവരും വീട്ടിനകത്ത് വാതിലടച്ചിരുന്നവരും സുരക്ഷിതരാണ് എന്നാണ് വിളിച്ചു പറഞ്ഞത്. വിളി കേട്ടവരെല്ലാം അപ്രകാരം ചെയ്തു. അതിനാൽ ഒരു നിലക്കുള്ള എതിർപ്പും നേരിടാതെ നബിയും സഹാബികളും മക്കയിൽ പ്രവേശിച്ചു. അബൂ സുഫിയാൻ ഇവരുടെ ഭാഗമാണെന്നുള്ളത് അവരെ അറിയിച്ചു. ജാ അൽ അക്കു വസഹക്കൽ ബാത്തിലു, സത്യം വന്നു അസത്യം നശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കഅബയുടെ സമീപത്തേക്ക് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫ് ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന ബിംബങ്ങളെല്ലാം നീക്കാൻ അവിടുന്ന് കൽപ്പിക്കുകയും കഅബയിൽ പ്രവേശിച്ച് 2 റക്അത്ത് നിസ്കരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു. അതികഠിനമായ നബിയുടെയും സഹാബിയുടെയും കളെയും ഉപദ്രവിക്കുകയും ജനം നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തവരോട് ഏത് നിലയിലുള്ള പ്രതികാരവും ചെയ്യാനുള്ള കഴിവുണ്ടായിട്ടും അവരോട് ഇസ്ഹബു അൻതുമു തുലഖ, നിങ്ങൾ പോവുക, നിങ്ങളെല്ലാം മോചിതരാണ് എന്ന് പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. ശത്രുക്കളുടെ ഇത് സഹിക്കാൻ പറ്റാതെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇവരൊക്കെ ഹിജ്റ പോയത് മദീനയിലേക്ക്, അല്ലേ? അപ്പോൾ തിരിച്ചു വന്നിട്ടും അതികഠിനമായി നബിയെ സഹാബികളെ ഉപദ്രവിക്കുകയും നാട്ടിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്തിട്ടും അവരോട് ഏത് നിലയിലുള്ള പ്രതികാരം ചെയ്യാനുള്ള കഴിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തിരിച്ചു വന്നപ്പോൾ ഉണ്ടായിട്ടും അങ്ങനെ ചെയ്തില്ല. അതിനാൽ ജനങ്ങൾ ഇസ്ലാമിലേക്ക് കൂട്ടം കൂട്ടമായി ഒഴുകി എത്തി. പരിശുദ്ധ കഅബയും മക്കയും മുശ്രിക്കുകളുടെ കരങ്ങളിൽ നിന്ന് മോചിതമായി. അൽഹംദുലില്ലാ.
ഇത് ഹിജ്റ 8-ാം വർഷം റമദാനിലായിരുന്നു ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. മക്ക വിജയം, മക്ക അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തിരിച്ച് കിട്ടി. ഇനി ഇതിലെ പ്രവർത്തനങ്ങൾ നോക്കാം. ഒരു ഗുണപാഠങ്ങൾ വായിച്ചു നോക്കാം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ കാരുണ്യവാനായിരുന്നു. പിന്നെയോ അക്രമം ചെയ്തവർക്ക് മാപ്പ് കൊടുക്കുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. സർവ്വജനങ്ങളോടും നാം വിട്ടുവീഴ്ചയോടെ പെരുമാറണം. ഗുണപാഠം ഇതങ്ങളെയാണ് ഗുണപാഠങ്ങൾ. ഇനി നമുക്ക് പ്രവർത്തനങ്ങളിൽ ഉത്തരം പറയാൻ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും മക്കയിലേക്ക് പുറപ്പെടാൻ കാരണം എന്തായിരുന്നു? മക്കയിലേക്ക് പുറപ്പെടാൻ കാരണം? ഹുസാഹ ഗോത്രക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായം തേടി. അവരുടെ അഭ്യർത്ഥന മാനിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 10,000 സഹാബികളോടൊപ്പം മക്കയിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, ബനു ഹുസാഹ ഗോത്രക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പുറപ്പെടാൻ കാരണം. നബിയോടൊപ്പം എത്ര സഹാബിമാർ ഉണ്ടായിരുന്നു? 10,000 സഹാബിമാർ. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു എവിടെ വെച്ചാണ് മുസ്ലിം ആയത്? മറുൽ ലൊഹ്റാൻ എന്ന സ്ഥലത്ത് വെച്ച് മുസ്ലിം സൈന്യം പിടികൂടി. അവിടെ വെച്ച് തന്നെ അബൂ സുഫിയാനും കൂടെയുള്ളവരും മുസ്ലിമായി. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് പറഞ്ഞത് എന്താണ്? മൻ ദഖല ദാറ അബി സുഫിയാൻ ഫഹുവ ആമിനും വമൻ ദഖലൽ മസ്ജിദുൽ ഹറാം ഫഹുവ ആമിനും വമൻ അഹ്ലക അലൈഹി ബാബുഹു ഫഹുവ ആമിൻ. ആ ഒരു ഹദീസ് ഉണ്ടല്ലോ, അതാണ് വിളിച്ച് പറയാൻ പറഞ്ഞത്. ഇനി അഞ്ചാമത്തെ ചോദ്യം, മക്കക്കാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ഇസ്ഹബു അൻതും അത്തുലഖാ, നിങ്ങൾ പോവുക, നിങ്ങളെല്ലാം മോചിതരാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. മക്കയിൽ പ്രവേശിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്തു? മക്കയിൽ പ്രവേശിച്ച ശേഷം അവിടെ ഉണ്ടായിരുന്ന ബിംബങ്ങളെല്ലാം നീക്കാൻ അവിടുന്ന് കൽപ്പിക്കുകയും കഅബയിൽ പ്രവേശിച്ച് 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്, അല്ലേ? കഅബയുടെ സമീപത്തേക്ക് ചെന്ന് ആദ്യം തവാഫ് ചെയ്തു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ബിംബങ്ങളെല്ലാം നീക്കാൻ അവിടുന്ന് കൽപ്പിച്ചു. കഅബയിൽ പ്രവേശിച്ച് 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്തു. പൂരിപ്പിക്കുക. ഒന്നാമത്തേത്, മുസ്ലിങ്ങളുടെ സഖ്യകക്ഷികളായിരുന്നു ആര്? മുസ്ലിങ്ങളുടെ സഖ്യകക്ഷികൾ ബനു ഹുസാഹ. ഖുറൈശികളുടെ സഖ്യകക്ഷികളായിരുന്നു ബനു ബക്കർ ഗോത്രക്കാർ. ഇനി മൂന്നാമത്തെ പ്രവർത്തനം, ശരിയും തെറ്റും അടയാളപ്പെടുത്താം എന്നുള്ളതാണ്. മക്ക വിജയം ഹിജ്റ 8-ാം വർഷത്തിലായിരുന്നു. മക്ക വിജയം ഹിജ്റ 8-ാം വർഷത്തിലായിരുന്നു, ശരിയാണ്. പിന്നെ രണ്ടാമത്തേത്, മക്ക വിജയ ദിവസം നിരവധി പേർ കൊല്ലപ്പെട്ടു. മക്ക വിജയ ദിവസം ആരും കൊല്ലപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലേ? തെറ്റാണ്. മക്ക വിജയത്തോടെ ജനങ്ങൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വന്നു. ശരിയാണ്. മക്ക വിജയത്തോടെ ജനങ്ങൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെ ഇതാണ് ഇതിലെ പ്രവർത്തനങ്ങൾ. പാഠപുസ്തകം നന്നായിട്ട് വായിക്കുക.